ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പ്രിലിംസിന് വേണ്ടി സ്റ്റഡി വിൻ PSC കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ. 2 കോഴ്സായിട്ടാണ്, ഒന്ന് മാത്സ്, ഒന്ന് GK ആൻഡ് കറണ്ട് അഫെയർസ്. ഓരോന്നിനും 100 രൂപയുള്ളൂ ഫീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാം. രണ്ടിനും വേണ്ടവർക്ക് അങ്ങനെയും ജോയിൻ ചെയ്യാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി S സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? S സോമനാഥ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ, അതായത് ISROയുടെ ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണം. ഇപ്പോഴത്തെ ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ലീലാതിലകം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഓപ്ഷൻ എ വിപണനം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? ഓപ്ഷൻ എ ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻ ബി പരിസ്ഥിതി. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ എ മിഥാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിഥാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ബി ദാമോദർ മൗസോ. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഓപ്ഷൻ സി മീററ്റ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ സി ഫെബ്രുവരി 28. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി 21. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയുമാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഓർത്തു വെച്ചോണം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി ബ്രസീൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ ബി ആനമുടി. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സംഭാർ തടാകം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് സംഭാർ തടാകം. താഴെ തന്നിരിക്കുന്നവയിലെ ശുദ്ധജല തടാകങ്ങളാണ് വൂളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം. അതും കൂടെ ഓർത്തു വെച്ചോണേ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ഓപ്ഷൻ സി റൂർക്കേല. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ ബി സാദിയ ധൂബ്രി. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ധൂബ്രി. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഹാൽദിയ മുതൽ അലഹബാദ് വരെ. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോട്ടപ്പുറം കൊല്ലം. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാക്കിനാദ പുതുച്ചേരി. ഒന്നുകൂടെ പറയാം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഹാൽദിയ അലഹബാദ്. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ ധൂബ്രി. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കോട്ടപ്പുറം കൊല്ലം. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനാദ പുതുച്ചേരി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ സി ബംഗാളി. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇത് ഓർത്തു വെച്ചോണം. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ
വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആന, കാള, സിംഹം, കുതിര. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ സി സ്വത്തവകാശം. ബാക്കിയുള്ളതെല്ലാം മൗലിക അവകാശങ്ങളാണ്. സ്വത്തവകാശം ഇപ്പോൾ ഒരു മൗലിക അവകാശമല്ല. അതാണ് കൂട്ടത്തിൽ പെടാത്തതിന് കാരണം. സ്വത്തവകാശം മൗലിക അവകാശമല്ല. ബാക്കി 3 മൗലിക അവകാശങ്ങളാണ്. ഓക്കെ. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 22. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഓപ്ഷൻ ഡി സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. 1907 ജർമ്മനിയിൽ സ്റ്റട്ട്ഗർട്ടിൽ വച്ചു നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വച്ചു നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഓപ്ഷൻ എ ദാദാഭായി നവറോജി. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ദാദാഭായി നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ ഡി ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ഓപ്ഷൻ ബി ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത? ഓപ്ഷൻ സി NW3. കേരളത്തിലെ ദേശീയ ജലപാത NW3.
1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായി. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ലാഹോർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഓപ്ഷൻ ബി 1957. കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻ സി മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം മീററ്റ്. കേരളത്തിന്റെ ദേശീയ ഉത്സവം. ഓപ്ഷൻ ബി ഓണം. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഓണം. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തുലാവർഷം. വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ്. ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണ പിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ അയ്യങ്കാളി. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. ഓപ്ഷൻ എ 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. ഓപ്ഷൻ ഡി പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 and 3. ക്ഷയം, ചിക്കൻ പോക്സ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ക്ഷയം, ചിക്കൻ പോക്സ്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേത്? ഓപ്ഷൻ സി കോമ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി വിറ്റാമിൻ സി. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു?
ഓപ്ഷൻ ഡി പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തതേത്? ഓപ്ഷൻ എ 2 and 4 അനാമിക, അർക്ക. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ. അതും കൂടെ ഓർത്ത് വെച്ചോണേ. നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര, ഹ്രസ്വ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻ സി ആന്തോസയാനിൻ. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? ഓപ്ഷൻ ഡി 1984. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി C612 C614. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ഓപ്ഷൻ ബി ലാന്തനോയിഡുകൾ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ലാന്തനോയിഡുകൾ. ഖനജലത്തിന്റെ രാസസൂത്രം ഏത്? ഓപ്ഷൻ സി D2O ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഖനജലത്തിന്റെ രാസസൂത്രം D2O ഡ്യൂട്ടീരിയം ഓക്സൈഡ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്? ഓപ്ഷൻ ബി സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻ സി മണ്ണെണ്ണ. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് അപവർത്തനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ്? ഓപ്ഷൻ ബി ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.